ഇസ്രായേൽ എന്ന രാജ്യം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും ഞാൻ ന്യായീകരിക്കുന്നില്ല എന്ന മുൻകൂർ ജാമ്യം ഒരു കാര്യം പറയുന്നു. കേരളത്തിന്റെ അത്രയും പോലും വലിപ്പമില്ലാത്ത ഈ കൊച്ചു രാജ്യത്ത് ഇന്ന് ലോകം ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഈ എഴുതപ്പെട്ട വചനം സത്യമായതുകൊണ്ട് മാത്രമാണ്. നീ കർത്താവിന്റെ നാമം വഹിക്കുന്നത് കാണുമ്പോൾ ഭൂമുഖത്തുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. മനസ്സിലായോ? ലോകത്തിലെ വൻ ശക്തികൾ പേടിയല്ലോ, മനുഷ്യർക്ക് വെറുപ്പാണ്, അറപ്പാണ്. അല്പം മുമ്പ് നടന്നെന്തറിയോ? നെതന്യാഹു പ്രസംഗിക്കാൻ വേണ്ടി എണ്ണിച്ചപ്പോഴേ 50-ലധികം രാജ്യങ്ങളിലെ നേതൃത്വം ഇറങ്ങിയങ്ങ് പോയി. ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസംഗം ബഹിഷ്കരിച്ച് 50-ലധികം രാജ്യങ്ങൾ. നെതന്യാഹു പ്രസംഗിക്കാനെത്തിയപ്പോൾ പ്രതിനിധികൾ കൂകി വിളിച്ചിറങ്ങിപ്പോയി. ഗാസയിലെ സൈനിക നടപടി എതിർക്കുകയും രാഷ്ട്രവാദത്തെ അംഗീകരിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് ഇറങ്ങിപ്പോയത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വെറുപ്പാണ് അയാളുടെ മുഖത്ത് നോക്കാൻ, അയാളുടെ സംസാരം കേൾക്കാൻ ആളുകൾക്ക് വെറുപ്പാണ്. ഏകപക്ഷീയമായ ഒരു സമൂഹത്തെ, അതും കൊച്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന ഒരുത്തനോട് വെറുപ്പാണ്. പിന്നെ അച്ഛൻ പറഞ്ഞല്ലോ, വചനം കയ്യിലുള്ള ദൈവമക്കളെ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഭയപ്പെടുമെന്ന് വെച്ചാൽ ഈ ജൂതന്മാരെന്ന് പറഞ്ഞാൽ ധീരന്മാരും യോദ്ധാക്കളുമാണെന്നല്ലോ അല്ലേ? എന്നാൽ ഈ ഫലസ്തീനിലെ കൊച്ചു കുഞ്ഞിൻ്റെ പോലും തൻ്റെ ഇടവന്മാർക്കാർക്കില്ല. എന്താ കാരണം അറിയാമോ? ഈ ഹിറ്റ്ലറിൻ്റെ കരാളഹസ്തങ്ങളിൽ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഇവർ പിടയുന്ന സമയത്ത് അവസാനമായി ചോരപ്പാട് കൊണ്ട് കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ ഭിത്തിയിൽ എഴുതി വെച്ചൊരു വചനമുണ്ട്. ജൂതന്മാർ, ഇഫ് ദർ ഇസ് ഗോഡ് ഹി വിൽ ഹാവ് ടു ബെഗ് മൈ ഫോർഗിവ്നെസ്. ഞങ്ങൾ ഇത്രയധികം ഹിറ്റ്ലർ പീഡിപ്പിച്ചിട്ടും പീഡനത്തിൻ്റെ ഏറ്റവും പീക്ക് ലെവലിൽ ഞങ്ങൾ എത്തി നിന്നിട്ടും നിസ്സംഗതനായി, നിസ്സഹായനായി, നിശബ്ദനായി നിൽക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടുന്ന ദിവസം ദൈവത്തെ ഞങ്ങൾ വിചാരണ ചെയ്യുമെന്ന് പറഞ്ഞു. അവരുടെ വിശ്വാസമൊക്കെ വലിച്ചെറിഞ്ഞാണ്. ദൈവത്തുള്ള വിശ്വാസം നഷ്ടപ്പെട്ടവർ പറഞ്ഞു, ഞങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടുന്ന ദിവസം അവനെ ഞങ്ങൾ വിചാരണ നടത്തുമെന്ന് പറഞ്ഞു. എന്നാൽ തകർന്നു കിടക്കുന്ന പള്ളിക്ക് മുമ്പിൽ, തകർന്നു കിടക്കുന്ന വീടിന് മുമ്പിൽ, തൻ്റെ ഉറ്റവരും ഉടയവരും കിടക്കുന്ന ശ്മശാന ഭൂമിയിൽ ബോംബിങ്ങിൽ നിന്ന് അവരുടെ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ പുറത്തേക്ക് ബോംബിങ്ങിൽ തെറിച്ചു വീണിട്ട് പോലും അതിൻ്റെ സമീപത്ത് നിന്ന് ഈ മനുഷ്യർ കൈകെട്ടി പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണെന്നറിയോ? അല്ലാഹു അക്ബർ, പടച്ചവനെ നീ തന്നെയാണ് വലിയവൻ. അമേരിക്കയിലൊരു ഡോക്ടർ ചോദിച്ചു, ഇനിയും ഈ വിശ്വാസം കൊണ്ട് നടക്കുന്നതിനകത്ത് എന്ത് കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്നറിയോ? ഈ വിശ്വാസമാണ് ഇനിയും മുന്നോട്ട് ഞങ്ങളെ നയിക്കുന്നതെന്നാണ്. അതുകൊണ്ട് ദൈവമക്കളുടെ വചനവും ലോകരാഷ്ട്രങ്ങളുടെ ഭയവും നിങ്ങൾ നോക്കണ്ട. ആർക്കും പേടിയല്ല, വെറുപ്പാണ്. പിന്നെ കാലത്തിൻ്റെ കാവ്യനീതി ഇന്നോ നാളെയായിട്ട് നിങ്ങളങ്ങ് എല്ലാം അവസാനിച്ചൊന്ന് വിചാരിക്കണ്ട. കിടപ്പുകൊണ്ട് കാണാം നമുക്ക് ഇൻഷാ അല്ലാഹ്.